നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ അഭയാർത്ഥി നിയമപരിഷ്കരണ നടപടികൾ പ്രഖ്യാപിച്ച സർക്കാർ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള കുടുംബങ്ങൾക്ക് അഭയം നിഷേധിക്കപ്പെട്ടാൽ അവർക്ക് സാമ്പത്തിക സഹായം പിൻവലിക്കുവാൻ അനുവദിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ചുള്ള പദ്ധതിയും ആഭ്യന്തര സെക്രട്ടറി മുന്നോട്ടുവച്ചു. അഭയം നിഷേധിക്കപ്പെട്ട പല കുടുംബങ്ങളും വർഷങ്ങളോളം സൌജന്യ താമസം, സാമ്പത്തിക സഹായം എന്നിവ ലഭിച്ചുകൊണ്ട് രാജ്യത്ത് തുടരുന്നുണ്ട്. അത്തരം എല്ലാ കുടുംബങ്ങൾക്കും അവരുടെ മാതൃരാജ്യത്തേക്ക് മടങ്ങുവാൻ സാമ്പത്തിക സഹായം സർക്കാർ വാഗ്ദാനം ചെയ്യും. അവർ ആ പിന്തുണ നിരസിച്ചാൽ നിർബന്ധിത തിരിച്ചയക്കൽ നടപടിയിലേക്ക് സർക്കാർ നീങ്ങും. കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങളെ നീക്കം ചെയ്യുന്നത് നടപ്പിലാക്കുന്നതിനുള്ള പ്രക്രിയയെക്കുറിച്ച് എല്ലാ നടപടികളും സർക്കാർ ആരംഭിക്കും. ഈ വർഷം ഇതുവരെ 1,11,800 പേർ യുകെയിൽ അഭയം തേടിയിട്ടുണ്ട്. 39 പേർ ചെറിയ ബോട്ടുകളിലായും 37% പേർ നിയമപരമായ മാർഗങ്ങളിലൂടെയുമാണ് അഭയം തേടിയത്. യുകെയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനും രാജ്യത്ത് തുടരുവാൻ നിയമപരമായ അവകാശമില്ലാത്ത ആളുകളെ പുറത്താക്കുന്നത് വർദ്ധിപ്പിക്കുന്നതിനുമാണ് തങ്ങളുടെ പദ്ധതികൾ ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ അറിയിച്ചു. തത്സമയ പരിപാടികളിലെ ടിക്കറ്റുകൾ ഉയർന്ന വിലയ്ക്ക് പുനർവിൽപ്പന ചെയ്യുന്നത് നിരോധിക്കുവാൻ ഒരുക്കി സർക്കാർ. ടിക്കറ്റുകളുടെ മുഖവിലയിൽ നിന്ന് ഒന്നിലധികം മടങ്ങ് വില ഈടാക്കുന്ന ടൌട്ടുകളെയും ചില റീസെയിൽ വെബ്സൈറ്റുകളെയും നിയന്ത്രിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് തീരുമാനം. ടിക്കറ്റ് ടൌട്ടിംഗ് നിയന്ത്രിക്കുന്നത് ലേബർ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഉണ്ടായിരുന്നു. നിരവധി ആരാധകർ സംഗീത കായിക പരിപാടികളുടെ റീസെയിൽ ടിക്കറ്റുകൾ അതിവിലയ്ക്ക് വാങ്ങേണ്ട സാഹചര്യം വന്നതിനെ ശക്തമായി എതിർത്തിരുന്നു. കഴിഞ്ഞ ആഴ്ച സാം ഫെൻഡർ, ദുബായ് ലിബ, കോൾപ്രേ എന്നിവർ ഉൾപ്പെടെയുള്ള താരങ്ങൾ തങ്ങളുടെ ആരാധകരെ ചൂഷണം ചെയ്യുന്നത് തടയണമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സർക്കാരിന്റെ ഈ നീക്കം. യുകെയിലെ കുറ്റാരോപിതരെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുവാനുള്ള നിയമ ഭേദഗതികൾ സർക്കാർ പരിഗണനയിൽ. വിവരങ്ങൾ മറച്ചുവെക്കുന്നതിൽ നിന്നുണ്ടാകുന്ന തെറ്റായ വിവര പ്രചാരണം തടയുന്നതിനായി അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുവാനുള്ള നിയമ ഭേദഗതികളാണ് പരിഗണിക്കുന്നത്. ഇംഗ്ലണ്ട് വെയിൽസ് ലോ കമ്മീഷന്റെ പുതിയ നിർദ്ദേശപ്രകാരം പേര്, വയസ്സ്, ദേശീയത, ജാതി, മതം, എമിഗ്രേഷൻ എന്നിവ പോലെയുള്ള വിവരങ്ങൾ പൊതുവിൽ പ്രസിദ്ധീകരിക്കുന്നത് കോടതിയലക്ഷ്യ കുറ്റം ഉണ്ടാകില്ല. എങ്കിലും വ്യക്തിഗത കേസിന്റെ സാഹചര്യത്തെ ആശ്രയിച്ച് നിയന്ത്രണങ്ങൾ നിലനിൽക്കും. കഴിഞ്ഞ വർഷം നടന്ന സൌത്ത് പോർട്ട് ആക്രമണത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിലെ തെറ്റായ വിവര പ്രചാരണങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് ഈ അവലോകനം. ബ്രിട്ടനിൽ ബാങ്ക് ബിൽഡിംഗ് സൊസൈറ്റി ഉപഭോക്താക്കളുടെ നിക്ഷേപങ്ങൾക്ക് നൽകുന്ന സംരക്ഷണ പരിധി ഉയർത്തി. ബാങ്ക് ബിൽഡിംഗ് സൊസൈറ്റി അല്ലെങ്കിൽ ക്രെഡിറ്റ് യൂണിയൻ പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഉപഭോക്താക്കളുടെ നിക്ഷേപങ്ങൾക്ക് ലഭിക്കുന്ന സംരക്ഷണ പരിധിയാണ് ഉയർത്തിയത്. 85,000 പൌണ്ടിൽ നിന്ന് 1,20,000 പൌണ്ടായിട്ടാണ് ഉയർത്തിയിട്ടുള്ളത്. ഇത് 40% വർധനവിലാണ് നിലവിൽ വരുന്നത്. സംരക്ഷണ പരിധി 1,10,000 ആക്കുവാനാണ് ആദ്യം തീരുമാനിച്ചത്. എന്നാൽ യുകെയിലെ നിലവിലെ 3.8% വില വർധനാ നിരക്ക് പരിഗണിച്ച് പ്രൊഡൻഷ്യൽ റെഗുലേഷൻ അതോറിറ്റി പരിധി 1,20,000 പൌണ്ടായി ഉയർത്തുകയായിരുന്നു. 8 വർഷത്തിനിടെ ഉള്ള ആദ്യത്തെ വർധനവാണിത്. യുകെയിൽ ഇനി ഒരു അംഗീകൃത ബാങ്ക് അല്ലെങ്കിൽ ബിൽഡിംഗ് സൊസൈറ്റി തകർന്നാൽ ഒരു ഉപഭോക്താവിന് ഒരു സ്ഥാപനത്തിൽ നിന്ന് 1,20,000 പൌണ്ട് വരെ നഷ്ടപരിഹാരം നൽകും. ഡിസംബർ 1 മുതലാണ് പുതിയ സംരക്ഷണ പരിധി പ്രാബല്യത്തിൽ വരിക. തെറ്റായ സാമ്പത്തിക ഉപദേശം നൽകുന്ന AI ചാറ്റ് ബോട്ടുകളെ കുറിച്ച് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി വിദഗ്ധർ. കൃത്രിമ ബുദ്ധി ചാറ്റ് ബോട്ടുകൾ തെറ്റായ ഉപദേശങ്ങൾ നൽകുന്നുവെന്നും ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നികുതി ഉപദേശം അടക്കം നൽകിയെന്നും അനാവശ്യമായ യാത്രാ ഇൻഷുറൻസ് വാങ്ങുവാൻ നിർദ്ദേശിച്ചുവെന്നും ഗവേഷണം വെളിപ്പെടുത്തുന്നു. ഏറ്റവും ജനപ്രിയമായ ചാറ്റ് ബോട്ടുകളിൽ നടത്തിയ പരിശോധനയിൽ മൈക്രോസോഫ്റ്റിന്റെ കോപൈലറ്റും ChatGPTയും ഐസാസിലെ HMRC നിക്ഷേപ പരിധി ലംഘിക്കുവാൻ ഉപദേശിച്ചു. മിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ സന്ദർശിക്കുവാൻ യാത്രാ ഇൻഷുറൻസ് നിർബന്ധമാണെന്ന് ChatGPT തെറ്റായി വെളിപ്പെടുത്തി. വൈകിയ വിമാനങ്ങൾക്ക് നഷ്ടപരിഹാരം എങ്ങനെ ക്ലെയിം ചെയ്യാമെന്നതിനെക്കുറിച്ച് മെറ്റയുടെ AI തെറ്റായ വിവരങ്ങൾ നൽകി. ജോലിയിൽ പിഴവ് സംഭവിച്ചാൽ ബിൽഡറിൽ നിന്ന് പണം പിടിച്ചു വാങ്ങുവാൻ ഗൂഗിളിന്റെ ജെമിനിയും ഉപദേശിച്ചു. യുകെയിൽ സാമ്പത്തിക ഉപദേശത്തിനായി AI ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള ഏകദേശ കണക്കുകൾ 1 മുതൽ പകുതി വരെയാണ്. ഈ സാഹചര്യത്തിലാണ് വിദഗ്ധർ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. മിൽട്ടൺ കീൻസിലെ മലയാളി സമൂഹത്തിന്റെ സംഘടനയായ MK മലയാളീസ് പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചു. യുവജനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പുതിയ ഭരണസമിതിയാണ് ചുമതല ഏൽക്കുന്നത്.
സംഘടനയുടെ പ്രസിഡന്റായി ലിബിൻ അലക്സാണ്ടറെയും സെക്രട്ടറിയായി ഡാനിയ റോയിയെയും തെരഞ്ഞെടുത്തു. ഡിലൈറ്റാണ് പുതിയ ട്രഷറർ. നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ജൂബി ഗൌതം എന്നിവർ തുടർന്നും പ്രവർത്തിക്കും. റോസ്റ്ററിലെ കേട്ട അയ്യപ്പ ക്ഷേത്രത്തിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവം ആചരിക്കുവാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. 2020 മുതൽ ഓരോ മണ്ഡലകാലത്തും നടത്തിവരുന്ന അയ്യപ്പ വിളക്ക് പൂജകളും പ്രത്യേക അയ്യപ്പ പൂജകളും ഈ വർഷവും നവംബർ 17 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. മണ്ഡല മകരവിളക്ക് പൂജകൾ 17 രാവിലെ 7:30 മുതൽ ഗണപതി ഹോമത്തോടെ ആരംഭിച്ചു. വൈകുന്നേരം നടന്ന പ്രത്യേക അയ്യപ്പ പൂജയോടെ സമാപിക്കുകയും ചെയ്തു. തുടർന്ന് ഇന്നു മുതൽ ജനുവരി 14 വരെ ക്ഷേത്രത്തിൽ ദിവസേന അയ്യപ്പ വിളക്ക് പൂജ വൈകുന്നേരം 6:30 മുതൽ 7:30 വരെ നടക്കും. എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6 മുതൽ 9 വരെ പ്രത്യേക അയ്യപ്പ പൂജ, ഭജന, ദീപാരാധന, നീരാഞ്ജനം, ഹരിവരാസനം, അന്നദാനം എന്നിവയും ഉണ്ടാകും. ഭക്തർക്ക് മണ്ഡലകാലത്ത് കേണ്ട അയ്യപ്പ ക്ഷേത്രത്തിൽ ദിവസേനയുള്ള അയ്യപ്പ വിളക്ക് പൂജ, ശനിയാഴ്ചകളിലെ പ്രത്യേക അയ്യപ്പ പൂജ, അന്നദാനം, എല്ലാ മാസപൂജാ ദിവസങ്ങളിൽ ഗണപതി ഭഗവാനെ ഒറ്റയപ്പം നേർച്ച ഉൾപ്പെടെ എല്ലാ പൂജാനുഷ്ഠാനങ്ങളുടെയും പൂജാ ബുക്കിംഗ് ലിങ്കുകൾ ക്ഷേത്രത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാക്കും. ചെങ്കോട്ട ആക്രമണത്തിന് മുൻപായി ചാവേർ ആക്രമണങ്ങളെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഡോക്ടർ ഉമർ നബിയുടെ വീഡിയോ പുറത്ത്. ചാവേർ ആക്രമണം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആശയമാണെന്നും യഥാർത്ഥത്തിൽ ചാവേർ ആക്രമണം ഒരു രക്തസാക്ഷിത്വ പ്രവൃത്തിയാണെന്നുമാണ് ഉമർ വീഡിയോയിൽ അവകാശപ്പെടുന്നത്. ടെലിഗ്രാം ഗ്രൂപ്പുകളിലാണ് വീഡിയോ വന്നിട്ടുള്ളത്. മാവോയിസ്റ്റ് കമാൻഡർ മാധ്വി ഹിത്മ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. സുരക്ഷാ സേനയാണ് ഏറ്റുമുട്ടലിൽ മാധ്വി ഹിത്മയെ വധിച്ചത്. രാജ്യത്തെ നടക്കിയ 26 ആക്രമണങ്ങളുടെ സൂത്രധാരനാണ് അദ്ദേഹം. സർക്കാർ ഇയാളുടെ തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ടിരുന്നു. 2010 ദന്തേവാഡ ആക്രമണത്തിൽ പിന്നിലെ ബുദ്ധികേന്ദ്രമാണ് ഹിത്മ. ഏറ്റുമുട്ടലിൽ ഇയാളുടെ രണ്ടാം ഭാര്യ രാജാഖയും കൊല്ലപ്പെട്ടു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.